കഴിഞ്ഞ 6 മാസത്തിനിടയിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ തന്നെ 3 തവണയാണ് ജയിലിലിട്ടത്. ശ്രീ പി കെ ഫിറോസിനെ 3 തവണ ജയിലിലിടുന്നു. എല്ലാ സംഘടനയുടെ നേതാക്കന്മാരും ഇതുപോലെ ജയിലിലിടുകയാണ്. എന്നിട്ട് സംസ്ഥാന സർക്കാർ കോടതിയിൽ പോയി വാദിക്കുകയാണ്. പ്രതിപക്ഷ യുവജന സംഘടനയുടെ നേതാക്കന്മാർക്ക് തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശനം കൊടുക്കുവാൻ പാടില്ല. ഈ ഇന്ദ്രന്റെയും ചന്ദ്രന്റെയും ഇടയിലൂടെയൊക്കെ ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ നടന്നിട്ടുള്ള ഒരു മനുഷ്യൻ പ്രതിപക്ഷ യുവജന സംഘടനയുടെ നേതാക്കന്മാർ തിരുവനന്തപുരം ജില്ലയിൽ വരാൻ പാടില്ല എന്ന കണ്ടീഷനൊക്കെ വെക്കുന്നത് കൈവിറച്ചുകൊണ്ട് എനിക്ക് പേടിയില്ല എന്ന് പറയുന്ന പോലെയുള്ള അല്പത്തരമാണ്. ഇനിയും എന്തെല്ലാം നിങ്ങൾ ചെയ്താലും ഇപ്പൊ ഓരോ സ്റ്റേഷനുകൾ മാറി മാറി വിലക്കുകൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജയിലിൽ പോകാൻ ഞങ്ങൾക്ക് മടിയൊന്നുമില്ല. എത്ര ദിവസം വേണേലും ജയിലിൽ കിടക്കാനും ഞങ്ങൾക്ക് മടിയില്ല. ഞങ്ങളുടെ വനിതാ സഹപ്രവർത്തകരടക്കം ഇത്രയേറെ ദിവസമാണ് ഒരു പോലീസ് വാഹനത്തിന്റെ ചില്ല് തകർന്നു എന്നാണ് സർക്കാരിന്റെ തന്നെ വാദം. കഴിഞ്ഞ 6 മാസത്തിനിടയിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ തന്നെ 3 തവണയാണ് ജയിലിലിട്ടത്. ശ്രീ പി കെ ഫിറോസിനെ 3 തവണ ജയിലിലിടുന്നു. എല്ലാ സംഘടനയുടെ നേതാക്കന്മാരും ഇതുപോലെ ജയിലിലിടുകയാണ്. എന്നിട്ട് സംസ്ഥാന സർക്കാർ കോടതിയിൽ പോയി വാദിക്കുകയാണ്. പ്രതിപക്ഷ യുവജന സംഘടനയുടെ നേതാക്കന്മാർക്ക് തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശനം കൊടുക്കുവാൻ പാടില്ല. ഈ ഇന്ദ്രന്റെയും ചന്ദ്രന്റെയും ഇടയിലൂടെയൊക്കെ ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ നടന്നിട്ടുള്ള ഒരു മനുഷ്യൻ പ്രതിപക്ഷ യുവജന സംഘടനയുടെ നേതാക്കന്മാർ തിരുവനന്തപുരം ജില്ലയിൽ വരാൻ പാടില്ല എന്ന കണ്ടീഷനൊക്കെ വെക്കുന്നത് കൈവിറച്ചുകൊണ്ട് എനിക്ക് പേടിയില്ല എന്ന് പറയുന്ന പോലെയുള്ള അല്പത്തരമാണ്. ഇനിയും എന്തെല്ലാം നിങ്ങൾ ചെയ്താലും ഇപ്പൊ ഓരോ സ്റ്റേഷനുകൾ മാറി മാറി വിലക്കുകൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജയിലിൽ പോകാൻ ഞങ്ങൾക്ക് മടിയൊന്നുമില്ല. എത്ര ദിവസം വേണേലും ജയിലിൽ കിടക്കാനും ഞങ്ങൾക്ക് മടിയില്ല. ഞങ്ങളുടെ വനിതാ സഹപ്രവർത്തകരടക്കം ഇത്രയേറെ ദിവസമാണ് ഒരു പോലീസ് വാഹനത്തിന്റെ ചില്ല് തകർന്നു എന്നാണ് സർക്കാരിന്റെ തന്നെ വാദം.